ഈ വർഷത്തെ തൃശൂർ പൂരം നടത്തിപ്പ് പ്രതിസന്ധിയിൽ പൂരം നടത്തിപ്പിനായി തുക കണ്ടെത്തുന്ന പൂരം പ്രദർശനത്തിനുള്ള സ്ഥലവാടക കൊച്ചിൻ ദേവസ്വം ബോർഡ് വർദ്ധിപ്പിച്ചു. 2 കോടിയിലധികം രൂപയാണ് വാടക ആവശ്യപ്പെട്ടത്. വടക്കുംനാഥ ക്ഷേത്ര മൈതാനിയിൽ പ്രദർശനം നടത്താൻ കഴിഞ്ഞ തവണ നൽകിയത് 42 ലക്ഷം രൂപയായിരുന്നു. വിവരങ്ങളുമായി മനോജ് ചേരുന്നുണ്ട്. മനോജ്, മന്ത്രിക്കെതിരെയാണ് വിമർശനം ഉയർന്ന ഒരു സാഹചര്യം ഉള്ളത്. വിശദാംശങ്ങൾ. ആതിര, തൃശ്ശൂർ പൂരം കൂടുതൽ പ്രതിസന്ധിയിലാവുന്ന ഒരു സാഹചര്യമാണ്. കാരണം ഇത്തരത്തിൽ പൂരത്തിൻ്റെ പ്രദർശനം അതിൻ്റെ തറവാടക കൂട്ടിയതാണ് ഈ ഇരു ദേവസ്വങ്ങളും ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുന്നത്. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളാണ് സംയുക്തമായി ഇത്തരത്തിൽ പൂര പ്രദർശനം സംഘടിപ്പിക്കുന്നത്. എന്നാൽ ഇത്തവണ ഈ കൊച്ചിൻ ദേവസ്വം ബോർഡ്, അതായത് CPM നിയന്ത്രണത്തിലുള്ള കൊച്ചിൻ ദേവസ്വം ബോർഡ് 2 കോടിയിലധികം രൂപ തറവാടകയെ ആവശ്യപ്പെടുകയായിരുന്നു. നേരത്തെ തന്നെ ഇത് സംബന്ധിച്ചുള്ള പ്രതിഷേധങ്ങൾ ദേവസ്വങ്ങൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഈ കഴിഞ്ഞ തവണ പൂരപ്രദർശനം നടത്തിയപ്പോൾ കൂടുതൽ തുക ആവശ്യപ്പെട്ട സമയത്ത് ഈ പൂരപ്രദർശനത്തിൻ്റെ സമാപന സമ്മേളനത്തിൽ നിന്നും ഇരു ദേവസ്വങ്ങളും ഒഴിഞ്ഞു നിന്നു. അത്തരത്തിൽ ഈ കേസ് ഹൈക്കോടതിയും പരിഗണിച്ചതാണ്. ഈ വരവ് ചെലവുകൾ ഉൾപ്പെടെ, അതായത് പൂരത്തിൻ്റെയും പ്രദർശനത്തിൻ്റെയും വരവ് ചെലവുകൾ ഉൾപ്പെടെ ഹൈക്കോടതിയും കൊച്ചിൻ ദേവസ്വം ബോർഡും പരിശോധിച്ചിട്ടും ഈ തുക നൽകാൻ കഴിയില്ലെന്ന സാഹചര്യമാണെന്ന് മനസ്സിലാക്കിയിട്ടും പൂരത്തെ തകർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ദേവസ്വം ബോർഡ് പെരുമാറുന്നതെന്നാണ് ഇരു ദേവസ്വങ്ങളും ഉയർത്തുന്ന ആരോപണം. എന്തായാലും ഇത് സംബന്ധിച്ച് മന്ത്രിയോട് ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നെങ്കിലും കൃത്യമായ ഇടപെടൽ നടത്തിയില്ല. CPM നേതൃത്വത്തിനെയും ഇരു ദേവസ്വങ്ങളും സമീപിച്ചിരുന്നു ഈ കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട്. എന്തായാലും വലിയൊരു ഭീമമായ ഒരു തുകയാണ് ഇരു ദേവസ്വങ്ങളെയും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. 8 ഘടകപൂരങ്ങളുടെയും വാദ്യം, ആന ഉൾപ്പെടെയുള്ള ചിലവുകളെല്ലാം തന്നെ ഈ പാറമേക്കാവ്, തിരുവമ്പാടി ദേവസ്വങ്ങളാണ് വഹിച്ചുകൊണ്ടിരുന്നത്. കൃത്യമായും കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കയ്യിൽ നിന്നും സാമ്പത്തിക സഹായം വലിയ രീതിയിൽ ലഭിച്ചിരുന്നില്ല. എന്നാൽ പൂരത്തിൻ്റെ ഭീമമായിട്ടുള്ള നടവരവെല്ലാം തന്നെ ദേവസ്വം ബോർഡാണ് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ ഒരു തറവാടകയെ സംബന്ധിച്ച് ഇതിനൊരു പരിഹാരം കാണണമെന്നുള്ള ഒരു തീരുമാനമുണ്ടാകണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ന് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ സംയുക്തമായി ഒരു യോഗം വിളിച്ചിട്ടുള്ളത്. ഇന്ന് വൈകുന്നേരം 5:30ക്കാണ് യോഗം കൂടുക. എന്തായാലും ഇത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു നിലപാട് തന്നെയാണ് ഇരു ദേവസ്വങ്ങളും സ്വീകരിച്ചിട്ടുള്ളത്. 2 കോടിയിലധികം രൂപ കൊടുക്കുവാൻ തങ്ങൾ തയ്യാറല്ല എന്നാണ് ഇരു ദേവസ്വങ്ങളും അറിയിച്ചിരിക്കുന്നത്. ഇതിൽ മറ്റൊരു കാര്യം, ഈ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ തന്നെ പരിധിയിലുള്ള ഈ സ്ഥലത്താണ് കോർപ്പറേഷൻ്റെ നെഹ്റു പാർക്ക് ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ അവരിൽ നിന്നും തുച്ഛമായിട്ടുള്ള തുക മാത്രമാണ് ഈ ദേവസ്വം ബോർഡ് ഈടാക്കുന്നത്. അതേസമയമാണ് ഇത്തരത്തിൽ ഈ കൊറോണയും അതുപോലെ തന്നെ പ്രളയവും ഒക്കെ വലിയ തരത്തിലുള്ള നഷ്ടമുണ്ടാക്കി ഈ പ്രദർശനത്തിൽ. അതിൽ കോടിക്കണക്കിന് രൂപയാണ് ഇരു ദേവസ്വങ്ങൾക്ക് നഷ്ടമുണ്ടായത്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് വരുന്ന വർഷങ്ങളിൽ ഇത്തരത്തിൽ ഭീമമായിട്ടുള്ള തുക ആവശ്യപ്പെട്ടുകൊണ്ട് കരാറിൽ ഒപ്പുവെക്കണമെന്ന് ഈ കൊച്ചിൻ ദേവസ്വം ബോർഡ് ആവശ്യപ്പെടുന്നത്. ഇതിൽ തന്നെ പ്രതിമാസം 10% രൂപ കൂടെ ഈ വർധനമുണ്ടാകുമെന്നും സൂചിപ്പിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് ഇത്തരത്തിൽ ഈ ഇരു ദേവസ്വങ്ങളോടും ആവശ്യപ്പെടുന്നത്. ഇതിൽ നിന്നും വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ഈ ദേവസ്വങ്ങളുടെ ഭാഗത്തു നിന്നും, അതായത് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ ഭാഗത്തു നിന്നും ഉയർന്നത്. കാരണം 8 ഘടകക്ഷേത്രങ്ങളുടെ ഉൾപ്പെടെ ചെലവ് വഹിക്കുന്ന തങ്ങൾക്ക് ഇത്തരത്തിൽ ഭീമമായ തുക ആവശ്യപ്പെടുന്നത് ഒട്ടും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യം തന്നെയാണെന്നാണ് ഇരു ദേവസ്വങ്ങളും വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ തവണ 42 ലക്ഷം രൂപയാണ് ഈ തറവാടകയായി ഇരു ദേവസ്വങ്ങളും കൊടുത്തിരുന്നത്. അതിൽ തന്നെ ഈ കേസ് ഹൈക്കോടതി പരിഗണിച്ചപ്പോൾ തന്നെ കൃത്യമായിട്ടുള്ള വരവ് ചെലവ് കണക്കുകളെല്ലാം പരിശോധിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് മന്ത്രി ഈ കാര്യത്തിൽ ഇടപെട്ടില്ല എന്നുള്ള ഒരു ആരോപണം കൂടെ ഉയരുന്നത്. മന്ത്രി കെ രാധാകൃഷ്ണന് നേരെ ഇത്തരത്തിൽ ശബരിമലയ്ക്ക് പിന്നാലെ ഇത്തരത്തിലൊരു പൂരത്തെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു സമീപനം ഈ ദേവസ്വത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടും കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തിയില്ലെന്ന ഒരു ആരോപണമാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ആതിര, ശരി, തൃശൂർ പൂരം നടത്തിപ്പും ഏതായാലും പ്രതിസന്ധിയിൽ എന്ന് തന്നെ പറയാം. ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരത്തിൽ സർക്കാരും ദേവസ്വം ബോർഡും പൂരത്തിന് പ്രദർശനത്തിന് തടസ്സമാവുന്നത്. മനോജാണ് വിശദാംശങ്ങൾ നൽകിയത്.